പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാനുള്ള നിമിഷം. പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മളെ ഓരോരുത്തരെയും പുത്രനായ ദൈവം കുരിശിലെ മരണത്തിലൂടെ വീണ്ടെടുത്ത നിമിഷം. നമ്മുടെ പാപഭാരങ്ങൾ പേറിക്കൊണ്ട് നമുക്ക് വേണ്ടി പീഡകൾ ഏറ്റുവാങ്ങിയ നിമിഷം. ഈ നിമിഷം തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാൽ നിറയപ്പെടുന്ന നിമിഷമാണ്. അതിനാൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അയോഗ്യരായ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് കാത്തു പരിപാലിക്കുന്നതിനും ഞങ്ങളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുന്നതിനും ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തുന്നതിനും എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദി അർപ്പിക്കാം. ഇന്ന് ഈ കൃപയുടെ സമയം ദിവികാന്യനാഥൻ്റെ സന്നിധി നാം ആയിരിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 54 മുതൽ 62 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. അവർ അവനെ പിടിച്ച് പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റും ഇരുന്നപ്പോൾ പത്രോസും അവരോട് കൂടിയിരുന്നു. അവൻ തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇവനും അവനോട് കൂടെയായിരുന്നു. എന്നാൽ പത്രോസ് അത് നിഷേധിച്ച്, സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, നീയും അവരിൽ ഒരുവനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, മനുഷ്യ, ഞാനല്ല. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ച് പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യനും അവനോട് കൂടെയായിരുന്നു. ഇവനും ഗലീലക്കാരനാണല്ലോ. പത്രോസ് പറഞ്ഞു, മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തു പോയി മനം തൊന്നത് കരഞ്ഞു. പ്രിയമുള്ളവരെ, പത്രോസിൻ്റെ ജീവിതത്തിൽ കർത്താവ് കരുണ കാണിക്കുന്ന ഒരു നിമിഷമാണ് നമ്മളിവിടെ കാണുക. യേശുവിനോട് കൂടെ സഞ്ചരിക്കുമ്പോഴും യേശുവിലുള്ള വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴും പത്രോസിലുണ്ടായിരുന്ന ഒരു ആവേശം നമ്മളെല്ലാവരും ഇപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഒത്തിരിയേറെ തീക്ഷ്ണതയോടുകൂടെ, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞവൻ, കർത്താവിന് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചവൻ. പക്ഷേ ഇതെല്ലാം പറയുമ്പോൾ അവന് സംഭവിക്കാൻ പോകുന്ന കൃത്യമായി മനസ്സിലാക്കിയ കർത്താവ് അവനോട് പറയുന്നുണ്ട്, കോഴി കൂവുന്നതിന് മുമ്പ് തന്നെ നീ എന്നെ 3 പ്രാവശ്യം നിഷേധിക്കും. അപ്പോൾ അതെല്ലാം എതിർത്ത പത്രോസ് യേശുവിനെ യൂദാസിൻ്റെയും പ്രധാന പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എല്ലാവരും ഓടി ഒളിച്ചു. പത്രോസ് വളരെ രഹസ്യമായി യേശുവിനെ അനുഗമിച്ചു. പത്രോസ് ഇതെല്ലാം ചെയ്യുമ്പോഴും അവനൊരിക്കലും വിചാരിച്ചിരുന്നില്ല താൻ യേശുവിനെ നിഷേധിക്കുമെന്ന്. എന്നാൽ ഇവിടെ ഒരു പരിചാരിക ആദ്യമേ പത്രോസിനെ തിരിച്ചറിയുന്നു. പിന്നീട് 2 പുരുഷന്മാർ പത്രോസിനെ തിരിച്ചറിയുന്നുണ്ട്. യേശുവിനോടൊപ്പം സഞ്ചരിച്ചിരുന്നവനാണ് ഇവൻ, യേശുവിൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇവൻ എന്ന് അവർ തറപ്പിച്ച് പറയുന്നുണ്ട്. ഈ 3 പ്രാവശ്യവും പത്രോസ് യേശുവിനെ നിഷേധിച്ച് പറയുന്നു.
ഇതിനേക്കാൾ ഉപരിയായി ദൈവത്തിന് സാക്ഷ്യം നൽകാനുള്ള അവസരമായിരുന്നു പത്രോസിന്. അത് ശരിയായി വിനിയോഗിക്കുവാൻ പത്രോസ് മറന്നുപോയി. കർത്താവിനെ പ്രഘോഷിക്കുവാൻ ധീരതയോടെ ഞാൻ കർത്താവിൻ്റെ ശിഷ്യനാണെന്ന് ഏറ്റുപറയുവാനുള്ള ഒരു അവസരമാണ് പത്രോസിന് മുമ്പിലേക്ക് കടന്നു വന്നത്. അത് അവൻ്റെ മുമ്പിൽ ലഭിച്ചിട്ടും ശരിയായ വിധത്തിൽ വിനിയോഗിക്കുവാൻ പത്രോസ് സ്ലീഹായ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒരു ഭീരുവിനെ പോലെ നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ എന്ന രീതിയിൽ നിഷേധിക്കുമ്പോൾ കർത്താവ് പത്രോസിനെ ഒന്ന് നോക്കുന്നുണ്ട്. കർത്താവിൻ്റെ കരുണാർത്ഥമായ ഒരു നോട്ടമായിരുന്നു അത്. ദൈവസ്നേഹത്താൽ നിറഞ്ഞ ഒരു നോട്ടം. കർത്താവ് അവനെ തിരിഞ്ഞു നോക്കുമ്പോൾ പത്രോസിൻ്റെ കണ്ണുകളും കർത്താവിൻ്റെ കണ്ണുകളുമായി കൂട്ടിമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുക. കർത്താവിൻ്റെ ആ ഒരു നോട്ടം മാത്രം മതിയായിരുന്നു പത്രോസിന് തൻ്റെ തെറ്റ് എന്താണെന്ന് തിരിച്ചറിയുവാൻ. ഇത്രയും നാളും യേശുവിനോടൊപ്പം സഞ്ചരിച്ചപ്പോൾ തനിക്ക് പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ലഭിച്ചിരുന്നു. യേശുവിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രധാന സംഭവങ്ങളിലും സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നിട്ടും ഒരു പരിചാരികയുടെ മുമ്പിൽ, പിന്നീട് 2 സേവകരുടെ മുമ്പിൽ ഞാൻ എൻ്റെ യേശുവിനെ, എൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞല്ലോ. എന്നിട്ട് കർത്താവ് എന്നോട് ഒരു മുന്നറിയിപ്പ് പോലും നൽകിയതാണ്. കോഴി കൂവുന്നതിന് മുമ്പേ നീ എന്നെ 3 തവണ നിഷേധിക്കും. അപ്പോഴും അത് അംഗീകരിച്ചു കൊടുക്കുവാൻ തയ്യാറാക്കാതിരുന്ന പത്രോസ് ഇവിടെ തനിക്ക് സംഭവിച്ചതിനെ ഓർത്ത് മനംനൊന്ത് കരയുന്ന രംഗം. യേശുവിൻ്റെ ആ ഒരു നോട്ടമാണ് പത്രോസിൽ കുറ്റബോധം ചിരിപ്പിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിന് കൊടുത്ത വാക്ക് തെറ്റിച്ചല്ലോ എന്ന ഒരു മനോവിഷമം പത്രോസിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമായിരുന്നു അത്. പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പത്രോസിൻ്റെ അവസ്ഥ നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? കർത്താവിന് സാക്ഷ്യം നൽകാവുന്ന ഒത്തിരിയേറെ അവസരങ്ങൾ ഞാൻ വെറും ഒരു ഭീരുവിനെ പോലെ പെരുമാറിയിട്ടുണ്ടോ? ആ അവസരങ്ങളിൽ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് ഉറക്കെ പറയുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാനൊരു വൈദികനാണ് എന്ന് ഉറക്കെ പറയുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? പലപ്പോഴും അതിന് കഴിയാതെ ഒരു ഭീരുവിനെ പോലെ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ അവോയ്ഡ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾ എത്രമാത്രം നിഷേധിച്ചാലും കർത്താവിൻ്റെ സ്നേഹാർദ്ദമായ ആ ഒരു നോട്ടം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. കർത്താവ് എപ്രകാരമാണോ പത്രോസിനെ നോക്കിയത്, അതുപോലെ നമ്മളും ഓരോ തവണയും കർത്താവിനെ നിഷേധിക്കുമ്പോൾ, കർത്താവിനെ അവഗണിക്കുമ്പോൾ, കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി മാറ്റുമ്പോൾ കർത്താവ് നമ്മളെ നോക്കുന്നുണ്ട്. ആ നോട്ടം നമ്മുടെ ജീവിതത്തിൽ പത്രോസിന് സംഭവിച്ചതുപോലെ വലിയൊരു മാനസാന്തരത്തിലേക്ക് നയിക്കണം. തൻ്റെ തെറ്റെന്താണെന്ന് തിരിച്ചറിയുകയും പുറത്തുപോയി മനംനൊന്ത് കരയുകയും ചെയ്യുന്ന പത്രോസിൻ്റെ ചിത്രം ഒന്ന് വരച്ചു നോക്കുക. എത്രമാത്രം വേദനയോടെയായിരിക്കും ആ നിമിഷം പത്രോസ് ഉണ്ടായിരിക്കുക. തൻ്റെ ഗുരുവിനെയാണ് ഞാൻ നിഷേധിച്ചത്. എത്രമാത്രം സ്നേഹത്തോടെ തൻ്റെ കൂടെ കൊണ്ടുപോയതാണ്. അവിടുന്ന് തിരഞ്ഞെടുത്തവരിൽ ഏറ്റവും ആദ്യ സ്ഥാനം എനിക്കുണ്ടായിരുന്നു. എൻ്റെ അമ്മായിയമ്മയെ പോലും സുഖപ്പെടുത്തുവാൻ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നവനാണ്. അവന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കുവാൻ തയ്യാറായപ്പോൾ ഒന്നും നഷ്ടപ്പെടാതെ തൻ്റെ കുടുംബത്തെ പോലെ കണ്ടുകൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നവരാണ് എൻ്റെ യേശു. ആ യേശുവിനെയാണ് ഞാൻ നിഷേധിച്ചത്. തനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന വിഷമം ഒരു വശത്ത്, അതോടൊപ്പം തന്നെ യേശുവിനെ വേദനിപ്പിച്ചു. അത് തനിക്ക് അടക്കാൻ പറ്റുന്ന ഒരു വേദനയല്ല. ഒത്തിരിയേറെ വേദനയോടെ നൊന്ത് കരയുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് പത്രോസിനെ സന്ദർശിക്കാൻ വരുന്ന യേശുവിനെ. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശുവിൻ്റെ അടുക്കിലേക്ക് കർത്താവ് കടന്നു വരുമ്പോൾ 3 തവണയാണ് യേശു പത്രോസിനോട് ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഓരോ തവണയും പത്രോസിനോട് ചോദിക്കുമ്പോൾ
ഈ കാണുന്ന മറ്റുള്ളവരെക്കാൾ കൂടുതലായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് എടുത്ത് ചോദിച്ചപ്പോൾ വീണ്ടും പത്രോസിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിത്രം എന്തായിരുന്നു? കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 തവണ നിഷേധിക്കും. പ്രിയമുള്ളവരെ, തന്നെ നിഷേധിച്ചവനെ തന്നെ തൻ്റെ സഭയുടെ തലവനാക്കി മാറ്റിയവനാണ് കർത്താവ്. കാരണം അവന് സംഭവിച്ച മാനസാന്തരം പൂർണ്ണമായ ഒരു മാനസാന്തരമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ പത്രോസിനെ കൈപിടിച്ചുയർത്തുവാൻ യേശുവിന് സാധിച്ചു. പത്രോസിൻ്റെ ജീവിതത്തിൽ പല തവണയും ഇതുപോലെ വിശ്വാസം നഷ്ടമാകുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. അവിടെയെല്ലാം കൈപിടിച്ചുയർത്തുവാൻ യേശു കൂടി ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് യേശുവിനോടൊപ്പം സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പല അവസരങ്ങളിലും യേശുവിന് സാക്ഷ്യം നൽകുവാനുള്ള ഒത്തിരിയേറെ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ ബന്ധുമിത്രാദികളുടെ മുമ്പിലായിരിക്കാം, എൻ്റെ സുഹൃത്തുക്കളുടെ മുമ്പിലായിരിക്കാം, എൻ്റെ സഹപാഠികളുടെ മുമ്പിലായിരിക്കാം, പലരുടെയും മുമ്പിൽ പല സാഹചര്യങ്ങളിലും എനിക്ക് യേശുവിന് സാക്ഷ്യം നൽകുവാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടെ അതെല്ലാം ഞാൻ നിഷേധിക്കുമ്പോൾ, ആ അവസരങ്ങൾ ഞാൻ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ കർത്താവ് എന്നെയും പത്രോസിനെ നോക്കിയതുപോലെ നോക്കുന്നുണ്ട്. മകനെ, നിന്റെ വിശ്വാസം പ്രകടമാക്കുവാനുള്ള ഒരു അവസരമാണ് നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ തന്നത്. അത് നീ ശരിയായി വിനിയോഗിച്ചില്ലല്ലോ. ആ ഒരു നോട്ടം നമ്മോട് പറയും. അങ്ങനെയുള്ളപ്പോൾ തിരിച്ചറിയുക, എത്രമാത്രം കരുണയോടുകൂടിയാണ് അവൻ നമ്മെ നോക്കുന്നത്. നമ്മളെ ശിക്ഷിക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ തെറ്റുകൾ നമുക്ക് ബോധ്യപ്പെടുവാൻ, അതോടൊപ്പം തന്നെ വീണ്ടും കർത്താവിലേക്ക് തിരികെ വരുവാനുള്ള ഒരു ഇൻവിറ്റേഷൻ കൂടിയാണ് ആ ഒരു നോട്ടം. പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും അതുതന്നെയാണ്. ആ ഒരു ഒറ്റ നോട്ടം അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അവൻ്റെ തെറ്റുകൾ തിരിച്ചറിയുവാൻ ആ ഒരു ഒറ്റ നോട്ടം മതിയായിരുന്നു. അവൻ്റെ തെറ്റുകളെക്കുറിച്ച് അവൻ മനസ്സിലാക്കുകയും അതിനെ ഓർത്ത് മനംനൊന്ത് കരയുകയും ചെയ്തപ്പോൾ പൂർണ്ണമായ ഒരു മാനസാന്തരമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. നിനവേ നിവാസികളോട് യോനാ പ്രവാചകൻ ദൈവം എന്താണ് അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പ് നൽകിയപ്പോൾ നിനവേ നിവാസികളെല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അവിടെ അവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് നോക്കുന്നുണ്ട്, കരുണാർത്ഥമായ ഒരു നോട്ടം. മക്കളെ, നിങ്ങളുടെ മാനസാന്തരം ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങൾക്ക് യഥാർത്ഥമായൊരു മാനസാന്തരം സംഭവിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് നൽകുവാനിരുന്ന ശിക്ഷ എടുത്തു മാറ്റി. അപ്പോഴും നിലവേ നിവാസികൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നറിയുവാൻ വേണ്ടി മാറി നിന്ന് നോക്കി നിൽക്കുന്ന യോനാ പ്രവാചകനെ നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവ് പറഞ്ഞ ശിക്ഷ എപ്പോഴാണ് അവരുടെ മേൽ നിവർത്തിക്കുക എന്ന ആകാംക്ഷയോടെ മാറി നിൽക്കുന്ന യോനാ പ്രവാചകൻ. പക്ഷേ അവിടെ കരുണാർദ്ദനായ ദൈവത്തിൻ്റെ മുഖം തിരിച്ചറിയുവാൻ യോനാ പ്രവാചകന് സാധിച്ചില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം എപ്പോഴും കരുണ കാണിക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കുവാനുള്ള എല്ലാം നമുക്ക് വേണ്ടി നൽകുന്നവനാണ് നമ്മുടെ ദൈവം. പത്രോസിൻ്റെ പോരായ്മകൾ തിരിച്ചറിഞ്ഞു അവനെ ശക്തിപ്പെടുത്തിയ കർത്താവ് പിന്നീട് ധീരതയോടുകൂടെ കർത്താവിൻ്റെ സഭയെ മുന്നോട്ട് നയിക്കുവാൻ അവനെയാണ് തിരഞ്ഞെടുത്തത്. അവനാവശ്യമായ എല്ലാം നൽകുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. നടപടി പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചപ്പോൾ അതുവരെ ഭീരുവായിരുന്ന പത്രോസ്ലീഹ വളരെ ധീരതയോടെ എഴുന്നേറ്റ് നിന്ന് അവരുടെ എല്ലാവരുടെയും മുമ്പിൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശു യഥാർത്ഥത്തിൽ ക്രിസ്തുവായിരുന്നു എന്ന് വിളിച്ചു പറയുവാൻ അവന് സാധിച്ചു. ധീരതയോടുകൂടെ കർത്താവിന് സാക്ഷ്യം നൽകിയപ്പോൾ 3000-ഓളം ആളുകളാണ് അന്ന് കർത്താവിൻ്റെ പേരിലേക്ക് കടന്നു വന്നത്. പ്രിയമുള്ളവരെ, ഒരിക്കൽ നിഷേധിച്ച ആ പേര് വളരെ ധീരതയോടെ ഏറ്റുപറയുവാൻ പത്രോസ് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ നിഷേധിച്ച അവസരങ്ങളെല്ലാം കർത്താവ് ഏറ്റെടുത്ത് നമ്മളെ ശക്തിപ്പെടുത്തും.
ആ ഒരു ബോധ്യം നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. പ്രിയമുള്ളവരെ, വിശ്വാസപൂർവ്വം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ട സാക്ഷ്യം നൽകുവാനുള്ള അവസരങ്ങൾ കടന്നു വരുമ്പോൾ അത് ശരിയായി വിനിയോഗിച്ചുകൊണ്ട് കർത്താവിൻ്റെ യഥാർത്ഥ സാക്ഷികളായിട്ട് നമുക്ക് മാറാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വർഷിച്ചിട്ടുണ്ട്. പത്രോസ് എപ്രകാരമാണോ കർത്താവിനെ നിഷേധിച്ചത്, അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ സ്നേഹപൂർവ്വം കർത്താവ് അവനെ നോക്കിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വലിയ മാനസാന്തരം നടന്നു. നദവികാന്യനാഥന സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് നോക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നടന്ന ഒത്തിരിയേറെ അനിഷ്ട സംഭവങ്ങളിലേക്ക് കർത്താവ് നോക്കുന്നുണ്ട്. ആ കർത്താവിൻ്റെ നോട്ടം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരട്ടെ. നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ മാനസാന്തരം നടക്കുവാൻ അത് ഇടയാക്കട്ടെ. ആ ഒരു പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയും ഈ നിമിഷം അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.